ഹോട്ടലുകൾക്ക് തിരിച്ചടിയായി രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി. 19 കിലോ സിലിണ്ടറിന് ഇപ്പോൾ 195 രൂപ 50 പൈസ കൂട്ടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ തത്സമയം ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. പറയൂ അർജുൻ, ഇരട്ടടി പോലെ വന്നല്ലോ വാണിജ്യ സിലിണ്ടർ വില. അതുപോലെ സാധനങ്ങൾക്കൊക്കെ വില കൂടാനും ഇത് കാരണമാകാൻ സാധ്യതയുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. വലിയ വില വർധനവാണ് ഇപ്പോൾ വാണിജ്യ സിലിണ്ടറുകളെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. 19 കിലോയുടെ കൊമേഴ്ഷ്യൽ സിലിണ്ടറുകൾക്ക് 195.50 രൂപ കൂടിയിരിക്കുന്നു. അത് മാത്രമല്ല, കൊൽക്കത്തയിൽ ഈ സിലിണ്ടറുകൾക്ക് 218 രൂപ വില വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഹോട്ടലുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് വലിയ തോതിൽ ഹോട്ടലുകൾക്ക് തിരിച്ചടിയാകുന്ന സമയത്ത് ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങുന്നവർക്കും അതുപോലെ തന്നെ ഓൺലൈൻ വഴി ഈ ഭക്ഷണം ഡെലിവർ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്യുന്നവർക്ക് അടക്കം വലിയ തോതിൽ തിരിച്ചടിയാകുന്നതാണ്. അതായത് ഈ വില വർദ്ധിപ്പിക്കുമെന്ന കാര്യം തന്നെയാണ് അതിലുള്ളത്. ഇപ്പോൾ പുതുക്കിയ വില പ്രകാരം ഡൽഹിയിൽ 2078 രൂപയാണ് ഈ സിലിണ്ടറുകൾക്ക് വില. അത് കൊൽക്കത്തയിൽ 2208 രൂപയാണ്, മുംബൈയിൽ 2031 രൂപയാണ്, ചെന്നൈയിൽ 2246 രൂപയാണ്. ഈ മാസം തന്നെ, മാർച്ച് മാസത്തിൽ തന്നെ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില വർദ്ധിച്ചിരിക്കുന്നത്. ഇത് ഈ LPG പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ തോതിൽ ഈ ക്രൂഡ് ഓയിലിന്റെയും അതുപോലെ തന്നെ ഇന്ധനത്തിന്റെ എല്ലാം തന്നെ വില വർദ്ധിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക്, പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു വില വർധനവിന്റെ ചുവട് പിടിച്ചുകൊണ്ട് സാധന സാമഗ്രികളുടെ എല്ലാം തന്നെ വില വർദ്ധിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനോടകം തന്നെ രാജ്യത്ത് ഉടനീളം വലിയ തോതിൽ ഈ LPG, കൊമേഴ്ഷ്യൽ LPGയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. അത് അലോട്ട് ചെയ്തത് ഓരോ സംസ്ഥാനങ്ങൾക്കും അതിന്റെ വിഹിതം നൽകുന്നത് 50 നിന്നും 70% കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ എല്ലാം ഡെലിവറി ലഭിക്കുന്നത് വളരെ വൈകിട്ടാണ്. അതുകൊണ്ട് തന്നെ കരിഞ്ചന്തയിലടക്കം വലിയ തോതിൽ 10 മടങ്ങിലടക്കമാണ് ഇപ്പോൾ പലയിടത്തും സിലിണ്ടറുകൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിക്കൊണ്ട് ഇപ്പോൾ വില വർധനവ് കൂടി സംഭവിച്ചിരിക്കുന്നത്. ഈ ഗാർഹിക ഉപയോഗത്തിലുള്ള സിലിണ്ടറുകളുടെ വില വർദ്ധിച്ചിട്ടില്ല എന്നുള്ള ആശ്വാസം മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ ഒരു മാസം തന്നെ രണ്ടാമത്തെ തവണ ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ സിലിണ്ടറിന് മാത്രം വില വർദ്ധിക്കുന്ന സമയത്ത് അടുത്ത ദിവസങ്ങളിലും ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം അത് ദീർഘകാലാടിസ്ഥാനത്തിൽ പോവുകയാണെങ്കിൽ വില ഇനിയും വർദ്ധിക്കുമെന്നുള്ളൊരു ആശങ്ക തന്നെയാണ്, പേടി തന്നെയാണ് ഇപ്പോൾ രാജ്യത്തുടനീളം പരിഭ്രാന്തമായി വന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.